എന്തൊരു ചൂടാണല്ലേ! ചൂടുകൊണ്ട് പുറത്തിറങ്ങാൻ പോലും വയ്യ. കഴിഞ്ഞ ദിവസങ്ങളിലായി 35 ഡിഗ്രി സെൽഷ്യസിനും 45 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ വരെ കേരളത്തിൽ അന്തരീക്ഷ താപനില ഉയർന്നിരുന്നു. ചുട്ടുപൊള്ളുന്ന വേനലിൽ വിയർക്കുകയാണ് നമ്മളെല്ലാവരും. ഉഷ്ണതരംഗമാണ് ഇതെന്ന് ഇതിനോടകം തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ് ഈ ഉഷ്ണതരംഗം? ഈ സംശയം സ്വാഭാവികമാണ്. അതിൻ്റെ ഉത്തരം തേടുകയാണ് ഇന്നത്തെ വീഡിയോ. അതിനു മുൻപ് ഈ വീഡിയോ കാണുന്നവർ എന്തായാലും നിങ്ങളുടെ നാട്ടിലെ താപനില കമൻ്റായി രേഖപ്പെടുത്തൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അന്തരീക്ഷത്തിലെ താപനില ഉയർന്ന് അത് മനുഷ്യനും മറ്റ് ജീവിവർഗങ്ങൾക്കും അപകടകരമാകുന്ന സാഹചര്യത്തെയാണ് ഹീറ്റ് വേവ് അല്ലെങ്കിൽ ഉഷ്ണതരംഗം എന്ന് പറയുന്നത്. എത്ര ഡിഗ്രി സെൽഷ്യസ് കടന്നാണ് ഉഷ്ണതരംഗം എന്ന് പറയാനാകുക എന്ന ചോദ്യം ഇവിടെ ഉയരുന്നത് സാധാരണമാണ്. എന്നാൽ അതിന് കൃത്യമായ ഒരു മാനദണ്ഡമില്ല എന്നതാണ് വസ്തുത. പല സ്ഥലങ്ങളിലും വ്യത്യസ്തമായിട്ടാണ് ഉഷ്ണതരംഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒരു ഉദാഹരണത്തിന്, ഹില്ലി ഏരിയാസിൽ 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില പോകുമ്പോഴും പ്ലെയിൻ ഏരിയാസിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില ഉയരുമ്പോഴുമാണ് ഉഷ്ണതരംഗം സാധ്യത പറയപ്പെടുന്നത്. ചൂടുള്ള കാലാവസ്ഥയിൽ താമസിക്കുന്നവർക്ക് സാധാരണ എന്ന് തോന്നുന്നത് തണുപ്പുള്ള രാജ്യങ്ങളുള്ളവർക്ക് ഉഷ്ണതരംഗമായേക്കാം. ഉയർന്ന ഉഷ്ണതരംഗം കൃഷിനാശത്തിനും ഉയർന്ന വൈദ്യുതി ഉപയോഗത്തിനും കാരണമാകുന്നുണ്ട്. ഇതൊരു തീവ്രമായ കാലാവസ്ഥ തന്നെയാണ്. ചൂടും സൂര്യപ്രകാശവും കൂടി മനുഷ്യ ശരീരത്തെ ചൂടാക്കും. ചിലപ്പോൾ നിർജ്ജലീകരണത്തിനും അതുവഴി മരണത്തിനും വരെ ഇത് കാരണമാകാം. ഉന്നതമർദ്ദം ചൂടിനെ ഭൂമിയുടെ പ്രതലത്തോട് ചേർത്ത് നിർത്തുമ്പോഴാണ് ഉഷ്ണതരംഗം ഉണ്ടാകുന്നത്. 3000-നും 7600 മീറ്ററിനും ഇടയിൽ ഉയർന്ന മർദ്ദം ഉണ്ടാവുകയും അത് ഒരു പ്രദേശം മുഴുവൻ കുറേ ദിവസങ്ങളിലേക്ക് നിൽക്കുകയും ചെയ്താൽ അതിനെ ഉഷ്ണതരംഗം എന്ന് വിളിക്കാം. അന്തരീക്ഷ ഊഷ്മാവിന്റെ വർധനവ് ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് പുറമെ മാനസിക പിരിമുറുക്കത്തിനും കാരണമാകുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇത് നമ്മുടെ ക്ഷമത കുറയ്ക്കുകയും കുറ്റകൃത്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വരെ കാരണമാവുകയും ചെയ്യും. വ്യക്തികൾ തമ്മിലും സമൂഹത്തിലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വരെ ഉണ്ട്. താപനിലയിലെ ഈ വർധനവ് രാജ്യത്തിന്റെ ഉൽപാദനക്ഷമതയെ പോലും പ്രതികൂലമായി ബാധിക്കും. ഉത്തര പശ്ചിമ ഇന്ത്യയിൽ സാധാരണ ഉണ്ടാകുന്നതിനേക്കാൾ അസ്വാഭാവികമായി ഉയർന്ന ഊഷ്മാവ് ഉണ്ടാകുന്ന കാലമാണ് വേനൽക്കാലം. മാർച്ചിനും ജൂണിനും ഇടയ്ക്കാണ് സാധാരണ ഇന്ത്യയിൽ ഉഷ്ണതരംഗ സാധ്യതയുള്ളത്. അപൂർവമായി ജൂലൈയിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉയർന്ന ചൂടും അതിനോടനുബന്ധിച്ച അന്തരീക്ഷവും ജനജീവിതത്തെ ദുരിതത്തിലാക്കും എന്നാണ് ചുരുക്കം. ഇന്ന് കേരളവും ഉഷ്ണതരംഗത്തിന്റെ ഭീതിയിൽ അമർന്നിരിക്കുകയാണ്. കേരളത്തിലെ പല ജില്ലകളിലും ഇതിനോടകം തന്നെ ഉഷ്ണതരംഗം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. പാലക്കാട്, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതിനാൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 12 ജില്ലകളിലാണ് ഉയർന്ന താപനില മുന്നറിയിപ്പുള്ളത്. പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കണ്ണൂർ, തിരുവനന്തപുരം, എറണാകുളം, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിലാണ് ഉയർന്ന താപനില മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ വന്നത്. തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിൻ്റെയും അടുത്ത ദിവസങ്ങളിലും പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, തൃശൂർ ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോഴിക്കോട് ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്ന പ്രവചനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് വന്നത്. കൂടാതെ ആലപ്പുഴ, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, എറണാകുളം, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. ചുട്ടുപൊള്ളുന്ന ചൂടിന് ആശ്വാസമായി കടന്നുവരുന്ന വേനൽ മഴയും ഇതുവരെ എത്തിയിട്ടില്ല. വടക്കൻ കേരളത്തിലാണ് വേനൽ മഴ പെയ്യാതിരിക്കുന്നത്. ഈ സാഹചര്യം വലിയ വരൾച്ചയുടെ സൂചനയാണ് നൽകുന്നത്. വേനൽ മഴ മാറി നിൽക്കുന്നത് വടക്കൻ കേരളത്തിൽ വരൾച്ചാ ഭീഷണി ഉയർത്തുകയാണ്. മധ്യ തെക്കൻ കേരളത്തിൽ ഭേദപ്പെട്ട മഴ കിട്ടിയപ്പോൾ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ വേനൽ മഴയിലെ വലിയ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലായി ശരാശരി പെയ്യേണ്ട മഴയേക്കാൾ 90% കുറവാണ് ഈ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സാധാരണയായി 108.9 മില്ലിമീറ്റർ പെയ്യേണ്ട മഴയുടെ സ്ഥാനത്ത് മലപ്പുറത്ത് പെയ്തത് വെറും 2.5 മില്ലിമീറ്റർ മാത്രമാണ്. 98% കുറവാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 57.3 മില്ലിമീറ്റർ പെയ്യേണ്ട കാസർകോട്ട് 3.6 മില്ലിമീറ്റർ മഴ മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 94% കുറവാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കണ്ണൂരിൽ 62.5 പെയ്യേണ്ടിടത്ത് 5.9 മില്ലിമീറ്ററാണ് പെയ്തത്. നോക്കൂ, 91% കുറവാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കോഴിക്കോട് 4.7 മില്ലിമീറ്ററാണ് ഇതുവരെ പെയ്ത മഴ. 97.3 മില്ലിമീറ്റർ പെയ്യേണ്ട സ്ഥാനത്താണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 95% കുറവാണ് കോഴിക്കോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ കേരളത്തിൽ ഇതിനോടകം തന്നെ ഉഷ്ണതരംഗത്തെ തുടർന്ന് സൂര്യാഘാതമേറ്റ് നിരവധി ആളുകൾ മരണപ്പെട്ടിട്ടുമുണ്ട്. 4 ദിവസമായി ഉഷ്ണതരംഗം തുടരുന്ന പാലക്കാട് തിങ്കളാഴ്ച ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച തൃശൂരിൽ, ഇടുക്കി എന്നീ ജില്ലകളിൽ വേനൽ മഴയുടെ അളവ് പാടെ കുറവാണ്.
കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ ഭേദപ്പെട്ട മഴയാണ് ഈ സീസണിൽ പെയ്തത്. സംസ്ഥാന ശരാശരിയിൽ 62% കുറവാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 136.3 മില്ലിലിറ്റർ പെയ്യേണ്ടടുത്ത് 51.8 മില്ലിലിറ്റർ മാത്രമാണ് കേരളത്തിൽ ഇതുവരെ പെയ്ത മഴയുടെ അളവ്. ഇങ്ങനെയാണെങ്കിൽ വരൾച്ച വിദൂര കാഴ്ചയല്ലെന്ന് ഉറപ്പാണ്. ഇത്തരം സാഹചര്യത്തിൽ മുൻകരുതൽ എടുക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. സൂര്യൻ കത്തി നിൽക്കുന്ന സമയത്ത്, കൃത്യമായി പറയുകയാണെങ്കിൽ 12 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് പുറത്തിറങ്ങാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, ദാഹമില്ലെങ്കിലും പറ്റുമ്പോഴൊക്കെ നമ്മൾ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യം, കനം കുറഞ്ഞ ഇളം നിറത്തിലുള്ള കാറ്റുകടക്കുന്ന കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക. ചൂട് കൂടുതലായിരിക്കുമ്പോൾ കൂടുതൽ ശാരീരിക അധ്വാനം വേണ്ട ജോലികൾ ചെയ്യാതിരിക്കുക എന്നതാണ് അടുത്ത കാര്യം. യാത്ര ചെയ്യുമ്പോൾ വെള്ളം എന്തായാലും കരുതണം. മദ്യം, ചായ, കാപ്പി, ഗ്യാസുള്ള ശീതള പാനീയങ്ങൾ എന്നിവ നിർജ്ജലീകരണത്തിന് കാരണമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇനി പറയുന്നത്, പുറത്ത് ജോലി ചെയ്യേണ്ടി വന്നാൽ തൊപ്പി, കുട ഉപയോഗിക്കുക എന്നതാണ്. ഇനി കുട്ടികളെ അടച്ച കാറിലാക്കി പോകരുത്, അവർക്ക് അത് ബുദ്ധിമുട്ടാകും. തല ചുറ്റലോ ക്ഷീണമോ തോന്നിയാൽ ഉടനെ ഡോക്ടറെ കാണിക്കണം. ഇതൊക്കെ നമ്മൾ അനുസരിക്കുന്നതിൻ്റെ കൂടെ തന്നെ മൃഗങ്ങളെയും തണലിൽ നിർത്താൻ ശ്രമിക്കുക. ആവശ്യത്തിന് അവയ്ക്കും വെള്ളം കൊടുക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.